കളിയും ചിരിയും സ്വല്പം കാര്യവുമായി ടീം ഓറഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള കലാകാരന്മാരിൽ ഞങ്ങളുടെ വിശിഷ്ടാതിഥികളിൽ ഒരാൾ ഒരു പ്രത്യേക കഴിവുള്ളയാളാണ്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ ആ ഒരു സ്വരചാരുത, ആ ഒരു മധുരഗീതം നാം മലയാളികൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ദാസേട്ടൻ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ അഭിമാനകരമായി കൊണ്ടാടുന്ന ഒരു കാര്യമാണ്. ഒട്ടനവധി ഭാഷകളിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ദാസേട്ടന്റെ ആ ഒരു സ്വരമാധുര്യം പകർന്നു കിട്ടിയ ഒരു കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയൊരു പാട്ട് നമ്മുടെ ഓറഞ്ച് വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട്. ആരാണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്? കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെ ജനഹൃദയം കീഴടക്കിയ ഷമീർ ഷയാണ് നമ്മോടൊപ്പം എന്നുള്ളത്. ഷമീർ ഷ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുതിയ ആ ഒരു ആൽബത്തിന്റെ അണിയറ പ്രവർത്തകരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അണിയറ പ്രവർത്തകരുടെയും വിശേഷങ്ങളിലേക്കും പുതിയ പാട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. വരും ഷമീർ ക, കോമഡി ഉത്സവത്തിന്റെ ആ ഒരു വേദിയിൽ ഇക്കാടെ പാട്ട് കേട്ടപ്പോ ശരിക്കും ദാസേട്ടൻ പാടുന്ന ഒരു ഫീലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ചിട്ട് കേൾക്കുമ്പോൾ ദാസേട്ടൻ പാടുന്ന പോലെ തന്നെ. അതിൽ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് കോമഡി ഉത്സവത്തിന്റെ ആ ഒരു വേദിയിലേക്ക് എത്തിയത്? കോമഡി ഉത്സവം എന്നുള്ളത് ഞാൻ അധികം പിന്നെ പട്ടുമാറില് പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറെ റേഡിയോ മാംഗോ ഫൈനലിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നാള് പാടി മുന്നോട്ട് പോയി പ്രോഗ്രാംസ് ഒക്കെ ആയി. അതിനുശേഷം എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള, നമ്മളൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അവന് പേയ്മെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരുമല്ല, വിളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു കണക്കാക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. കുറച്ച് കോമഡി ഉത്സവം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണം. അപ്പൊ കുറച്ച് ദാസേറിന്റെ കുറച്ച് പാട്ടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അന്ന് അവിടെ ഒരു ദീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ തന്നെ എനിക്ക് വെറുതെ ചുമ്മാ പോയിട്ട് പാടാനും പറ്റില്ലായിരുന്നു. എനിക്ക് ദാസേറിന്റെ പാട്ടിന്റെ പാട്ടൊന്നും എനിക്ക് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എം.ജി. ശ്രീകുമാരൻ സാറിന്റെ പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവര് വ്യത്യസ്തമാണെന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ ഒന്ന് ചെയ്തു നോക്കുന്ന പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തതാണത്. അതിൽ മെൻഷൻ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ശ്രമമാണെന്ന്. തീർച്ചയായിട്ടും പ്രേക്ഷകരായ ഞാൻ ആ ഒരു പ്രേക്ഷകയാണ്, അത് കണ്ടിട്ടുള്ള പ്രേക്ഷകയാണ്. എനിക്ക് ഒരിക്കലും അതൊരു ശ്രമമായിട്ട് തോന്നിയില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ പല പാട്ടുകളും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു എപ്പിസോഡ്. ഇക്കാനോട് വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ദാസേട്ടന്റെ ഈ ഒരു സൗണ്ട് ഇത് ഇത്രയും സിമിലാരിറ്റീസ് വന്നിട്ടുണ്ട് എന്ന് ആരാണ് ആദ്യം പറഞ്ഞത്? ഇക്കാക്കാണോ ആദ്യം തോന്നിയത്, അതോ പുറത്തുനിന്ന് ആരെങ്കിലും കേട്ട് പറഞ്ഞതാണോ? ഞാൻ നമ്മൾ ഈ ഇന്റർവ്യൂല് ദാസേറിന്റെ കാര്യം തന്നെ പറയുന്ന ചോദിച്ചില്ലേ? അയ്യോ സോറി, ഞാൻ പോട്ടെ. അതായത് ഞാന് യേശുദാസ് എന്നുള്ള സംഭവം ഒന്നും എന്റെ മനസ്സിൽ ഇല്ല. ഞാൻ സാധാരണ മാപ്പിള പാട്ടുകളും ഒക്കെ പാടി നടക്കുന്ന ഒരു സാധാരണ ഒരു പാട്ടുകാരൻ മാത്രമാണ്. പിന്നെ നമ്മള് ഗാനമേളക്ക് പാടണമെങ്കിൽ യേശുദാസിന്റെ പാട്ടുകൾ വേണം. എം.ജി. ശ്രീകുമാർ സാറിന്, ഞാൻ എം.ജി. ശ്രീകുമാറിന്റെ ദൂരെ കിഴക്കുതിക്കും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇഷ്ടംപോലെ വേദികളിൽ പാടുന്നതാണ്. പിന്നെ അതുപോലെ സൂര്യകിരീടം, അതുപോലെ മറ്റേ കിരീടത്തിലത്തെ പാട്ട്, അതൊക്കെ പാടുന്ന ഒരാളാണ്. പിന്നെ അന്ന് ആരൊക്കെ ഇങ്ങനെ പറയും, ഷമീർ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ പറയും, ഇങ്ങനെ എവിടേക്കോ ദാസേറിന്റെ പാട്ടുകൾ പാടുന്ന നല്ല സുഖമുണ്ട് കേൾക്കാന്നൊക്കെ പറയുള്ളൂ. അല്ലാതെ ഇഷ്ടമാണ് ദാസേറിന്, ഒരുപാട് ഇഷ്ടമാണ്. ദാസേറിന്റെ പേരൊന്നും പറയാൻ നമുക്ക് യോഗ്യതയില്ല, പേരൊന്നും പറയാൻ പോലും യോഗ്യതയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് കൂടുതൽ ചോദിക്കുന്നത് പോലും എനിക്ക് പേടിയാണ്. എങ്ങനെയാണ് തുടക്കത്തില്, ഇപ്പോ നേരത്തെ പറഞ്ഞ സ്കൂൾ വേദികളിലാണ് ആയിരുന്നു, തുടക്കത്തിലെ വേദികളിലായിരുന്നു, സ്കൂൾ ആ ഒരു കലാലയത്തിന്റെ വേദികളിലായിരുന്നു, അതോ എങ്ങനെയാണ് തുടക്കം ഉണ്ടായിരുന്നത്? സ്കൂളിൽ തന്നെ പാടിയിട്ടാണ്. സ്കൂളിൽ മാത്രമല്ല, മദ്രസകളിൽ പാടും. മദ്രസകളിൽ ആണ് ഒരു ഹുസൈൻ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദിനെ കൊണ്ട് പാടിച്ചതിന് ശേഷം ഒരു ഹൈദർ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദുണ്ട്. അദ്ദേഹമാണ് കുറെ പണ്ട് ഇങ്ങനെ നബിദിനത്തിന്റെ ഒക്കെ പാട്ടുകളിൽ പല ഫിലിം സോങ്ങില് ട്യൂണിലൊക്കെ മാപ്പിള പാട്ടുകൾ എഴുതി പാടുമായിരുന്നു. അപ്പൊ അന്ന് പറയും, ഹൈദർ ഉസ്താദ് പറയും, നീ നന്നായിട്ട് പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ പാട്ടിന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പിന്നെ വീട്ടില് കൊച്ചാപ്പ നസീർ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചാപ്പുണ്ട്. അപ്പൊ അദ്ദേഹം കുറെ പാട്ടുകളൊക്കെ നന്നായിട്ട് പറഞ്ഞൊക്കെ തരുമായിരുന്നു. കൊച്ചാപ്പ സ്കൂളിലെ പാട്ടുകാരനായിരുന്നു. കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി, ഇതു നിന്റെ ജീവനിൽ അണിയൂ
അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. താങ്ക് യു സോ മച്ച് ഇക്ക. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ, നന്നായിട്ട്, വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. പേടിച്ചിട്ട് പറയേണ്ട ഒരു അതുണ്ടെന്ന് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ ദാസേട്ടന്റെ അടുത്തേക്ക് അതൊന്നും പറയരുതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ വളരെ രസകരമായിട്ടാണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ദാസേട്ടന്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, ഒരു കൊച്ചു ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു. ഇപ്പൊ നമുക്കിനി ബാക്കിയുള്ളവരിലോട്ട് കടന്നു വരാം. അപ്പൊ ഇക്കടെ ഏറ്റവും പുതിയ ആൽബം, അപ്പൊ അതിന്റെ പേര് മഴവില്ല് കാണുമ്പോൾ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും അതിന്റെ ഡയറക്ടറാണ്, ക്യാമറാമാൻ, അങ്ങനെ ഒരുപാട് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഒരുപാട് തസ്തികകളാണ് അല്ലെ. സിംഗറാണ്, പാട്ട് എഴുതിയ ആളാണ്, സോറി സിംഗറാണ്, പാട്ട് എഴുതിയ ആളാണ്, മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇക്ക തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസറാണ് ഇക്ക. അതുപോലെ തന്നെ അഭിനയിച്ച ഭുവനേശ്വരി നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡയറക്ഷനാണ്, ക്യാമറമാൻ ആണ്, അങ്ങനെ ഇങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരാണ്. ഈ ഒരു പാട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് തുടക്കം വിട്ടത് ഒക്കെ ഒന്ന് പറഞ്ഞു തരും, കേൾക്കട്ടെ ഞാനൊന്ന്. ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാന് ഇതിന്റെ വരികൾ എഴുതി വീട്ടിലൊരു ദിവസം ഇരിക്കുമ്പോ ഷമീറും നമ്മുടെ മാണിക്യമലര് എഴുതില്ലേ, മാണിക്യമലരായ ഭൂവി, അതിന്റെ ഒറിജിനൽ, അതായത് ഫസ്റ്റ് ടൈമിൽ അത് പാടിയ ആള്, ട്യൂൺ ചെയ്ത ആള് നമ്മുടെ റഫീഖ്, തലശ്ശേരി റഫീഖ്. ഇവർ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് വരണം, ഒരു സൗഹൃദ സന്ദർശനത്തിന് വരണം. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എന്റെ ഈ പാട്ട് ഷമീറിനെ കേൾപ്പിക്കും. അപ്പോ പുള്ളിക്ക് ഇഷ്ടമായി പാട്ട്. അങ്ങനെ അത് സംഗീത സംവിധാനം പുള്ളി ചെയ്യണം. അവിടെ നിന്നാണ് ഞങ്ങള് ഇതിനെ പറ്റിയൊരു ഡയറക്ടറെ തേടിപ്പോയതും ഇദ്ദേഹത്തെ പരിചയപ്പെടുകയും പുള്ളി മുഖേന ഞങ്ങൾ ഭുവനേശ്വരിയിൽ എത്തി. അവിടെ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുന്ന ഷമീറിനെ പണ്ടേ അറിയാം. ഒരു ഷോർട്ട് ഫിലിമിന്റെ മറ്റേ ഷോർട്ട് ഫിലിം കൊല്ലം ഷാഫിൽ അഭിനയിച്ചാണ്. ഡബിന് വേണ്ടി ഒരു സ്റ്റുഡിയോ പോയപ്പോഴാണ് ഷമീർ അവിടെ ഉണ്ട്, ഷമീർ പറഞ്ഞ ആളിങ്ങനെ ക്യാമറമാനാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ പരിചയത്തിലാണ് ഇതിനകത്തേക്ക് വരുന്നത്. അവര് കുത്തി വെച്ച് അപ്പുള്ള പരിചയമാണ് അതൊക്കെ അപ്പൊ കാണുന്നത്. ഷമീർ വർഷങ്ങളായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് കാണാനൊരു ചാൻസ് കിട്ടിയിരുന്നു കേട്ടോ. അതിമനോഹരം എന്ന് മാത്രമേ എനിക്ക് അതിൽ ആ വിഷ്വലും അതുപോലെ തന്നെ ആ ഒരു പാട്ടിനെയും വർണ്ണിക്കാൻ കഴിയൂ. അത്രയ്ക്കും വളരെ മനോഹരമാണ്, എനിക്കിഷ്ടമായി. ഞാനിപ്പോ കുറച്ച് മുൻപാണ് കണ്ടത്. അതിലെ വിഷ്വലൊക്കെ എടുത്ത് പറയത്തക്ക തരത്തിലുള്ള ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ഇക്കാണ് അതിൽ പാടിയിട്ടുള്ളത്. ഭുവനേശ്വരി പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറൊരു മേക്ക് ഓവർ ഒക്കെയാണ് ഭുവനേശ്വരി അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. കുറച്ച് കളർഫുൾ ആയിട്ടാണ്. ഭുവനേശ്വരി പറയൂ, ഈ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇവരുടെ ഒരു കൂട്ടത്തിന്റെ എക്സ്പീരിയൻസ്? നല്ല സുഖമായിരുന്നു. എന്നെ ഈ വർക്കിലേക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഔട്ട് ഇത്രയും പ്രതീക്ഷിച്ചാണല്ലേ. പിന്നെ ഈ കുതിരയുള്ള ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അതുമൊക്കെ കയറിയിരിക്കാൻ നല്ല പേടിയാണ്. സത്യം പറഞ്ഞാൽ അതുമൊക്കെ ഞങ്ങൾ രണ്ടാളും അതുമൊക്കെ കയറി നിന്നിട്ട് അങ്ങനൊരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ പേടിയായിരുന്നു. ബാലൻസ് നമ്മളെ ആ സാധനത്ത് പിടിക്കുമ്പോ ബാലൻസ് ഉണ്ടാണല്ലോ. അപ്പൊ അതിലത് ഞാൻ ആ കുതിരനെ ഓടിപ്പിച്ച് ഇങ്ങനെ അങ്ങനെയാണ് ആ ഒരു സീനൊക്കെ എടുത്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര ദിവസത്തെ വർക്ക് ആയിരുന്നു ഇത്? 2 ദിവസത്തെ ഷൂട്ട്. ഇതിന്റെ ഭാഗങ്ങളൊക്കെ എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബീച്ചിലാണ്. മൊത്തം ഒരു ബീച്ചിലാണ്. അതെ, ഇക്ക ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ടിലേക്ക് എഴുതിയതൊക്കെയാണെന്ന് അറിഞ്ഞു. എങ്ങനെയാണ് എത്തിയത്? ഞാൻ ആദ്യം പാട്ട് എഴുതി തുടങ്ങുന്നത് എന്റെ മകളെ കുറിച്ച്. ഞാനൊരു പ്രവാസിയായിരുന്നു.
ആ സമയത്ത് ഞാനൊരു പാട്ട് എഴുതിയതാണ് ഓക്കെ. മകളെ കുറിച്ച്. അപ്പൊ അതെന്റെ ഫ്രണ്ട്സിന് ഞാൻ വെറുതെ അയച്ചു കൊടുത്തു. മകളെ കുറിച്ച്, എന്റെ മകളുടെ പേര് ജയ്ഷ, ആകെ ഒരു മകളുള്ളൂ. ഓക്കെ. അപ്പൊ എന്റെ കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നിനക്ക് എഴുതാനറിയോ? അവർക്കറിയില്ല. ഞാൻ നാടകത്തിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ കഥകളൊക്കെ എഴുതുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകത്തിലൊക്കെ അഭിനയിക്കായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷെ പാട്ട് എഴുതാനറിയുന്ന അവർക്കറിയില്ലേ. ഞാൻ വെറുതെ ടെസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കിയത്. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് ഞാനതൊരു ടൈം പാസ് ആയിട്ട് എടുത്തു. അങ്ങനെ പല പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്റെ FB ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആൽബം സോങ് എന്നുള്ള ഒരു ലെവലില് ഷമീറിനെ കണ്ടുമുട്ടുകയും അല്ലെ ഷമീർ, അങ്ങനെ ഷമീർ അതിന് സംഗീത സംവിധാനം ചെയ്യുകയും പിന്നെ എന്താ പറയാ ഇദ്ദേഹത്തെ പരിചയപ്പെടുകയും അതിലൊരു നായികനെ അങ്ങ് കണ്ടെത്തി, സുന്ദരിയായ ഒരു നായികനെ ഇദ്ദേഹത്തിനെ കൊണ്ട് ആദ്യമായിട്ട് അഭിനയിപ്പിച്ചു. അഭിനയിക്കാൻ മടിയായിരുന്നു ആൾക്ക്. ആളിങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്യാൻ സൂപ്പറാണ്, പക്ഷെ അഭിനയിക്കാൻ മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോസ്റ്റ്യൂം ഒക്കെ തയ്യാറാക്കി ആളെ അഭിനയിപ്പിച്ചു. നിങ്ങള് കാണാം. ആൾക്കാർ കാണാൻ ഞാൻ ചോദിച്ചെങ്ങനെയാണ് ആൾക്കാർ കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടി ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതുവരെ ഷൈമർ അഭിനയിച്ചിട്ടില്ല, ഒന്ന് അഭിനയിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് കുറെ പൈസ ഓഹോ, അങ്ങനെ അതൊന്ന് താനൊരു ഭീകരജീവി എങ്ങാനും ആണോ തന്റെ കൂടെ അഭിനയിച്ചു? ഓ അങ്ങനെ. അപ്പൊ ഇനിയൊരു പാട്ട് വന്നാൽ എങ്ങനെയാ അഭിനയിക്കോ? ഇപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ആയില്ലേ? ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമല്ലേ, ഇനി അങ്ങോട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു അന്തരീക്ഷം വളരെ രസകരമായിരുന്നു എന്ന് തന്നെ പറയാം അല്ലെ? ഓക്കെ, ഇത്രയും മനോഹരമായിട്ടുള്ള നായിക എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, അല്ലെ? അങ്ങനെ തന്നെയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഭുവനേശ്വരി. ഇങ്ങനെയാണ് ഭുവനേശ്വരി ഈ ഒരു അയ്യോ അയ്യോ എന്നിങ്ങനെ പൊക്കല്ലേ ഭുവനേശ്വരി, താഴേക്ക് ഇറങ്ങി വാ. എങ്ങനെയാണ് എത്തിയത് ഭുവനേശ്വരി നമ്മൾ ഈ ഒരു വർക്കില്? ഞാൻ ഷമീറായിട്ട് ചർച്ച ചെയ്തു, കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിനെ വേണം. അപ്പോ ഷമീർ പറഞ്ഞു എന്റെ ഫ്രണ്ട് ഉണ്ട് സുൽഫി ബൂട്ട്, ആളായിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം. അങ്ങനെയാണ് പുള്ളി എന്നെ ഫോട്ടോ കാണിക്കുകയും എനിക്ക് കഥ കേട്ടപ്പോൾ ഞാനപ്പോ എന്റെ മനസ്സിൽ ആളൊരു ഇത് ആദ്യം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഈ രൂപമാണ് വന്നത്. അപ്പൊ നിങ്ങൾ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള രൂപത്തിൽ നല്ല ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു. കാണിച്ചു കൊടുത്ത അതിന്റെ റഷ് ഫയൽ എന്റെ ഉണ്ടായിരുന്നു. ഞാൻ ജലിക്ക് കാണിച്ചു കൊടുത്തു. ജലിക്ക് ഹാപ്പിയായി കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആള് വിളിച്ചു ഇങ്ങനെ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആള് ഫോട്ടോ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ആള് അപ്പൊ ലൈവ് ഫോട്ടോസ് ഒന്ന് അയച്ചു മുടിയൊക്കെ മുറിച്ച് ആളല്ലല്ലേ അതുകൊണ്ട് ഫിഗറൊക്കെ ഇരുന്ന് ഞാൻ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ക്യാമറ ബ്യൂട്ടിയാണ് പുള്ളിക്കാരി. ആ ഒരു വിഷയില് എടുത്തു പറയത്തക്ക ഒന്നാണ്. നമ്മുടെ സെലക്ട് ചെയ്യാൻ ഇയാളെ എക്സ്പ്രഷൻ അടിപൊളിയാണ്. ഒന്നും പറഞ്ഞു കൊടുത്തത് ഒന്നും മെല്ലൊന്നും ടൈം ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറക്ക് മെല്ലൊന്നും നോക്കണം. അതിന്റേതായ മനസ്സിൽ കണ്ട ആ രീതിയിൽ തന്നെ ആള് ചെയ്തോളൂ. പിന്നെ കണ്ണുകെട്ടി കറക്റ്റ് ആയിട്ട് പിടിക്കണം. പിന്നെ അതന്നെ ഫസ്റ്റ് തട്ടം പിടിച്ചു വരുന്നൊരു സീനുണ്ട്. അത് ഏതെങ്കിലും വെച്ചാൽ ആ കറക്റ്റ് കണ്ണേറ്റി പിടിച്ചിട്ട് തന്നെ ആള് വരണം. കണ്ടിന്റെയൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കുന്ന കൂടുതൽ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആണ്. അത് നമുക്കൊക്കെ ഇല്ലാത്ത ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഞാനൊക്കെ പറഞ്ഞു പറയുന്നത് തീർച്ചയായിട്ടും. അതെ തീർച്ചയായിട്ടും. പിന്നെ ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആള് സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അഭിനയിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇക്ക, ഇതില് ഞാൻ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ വിഷ്വൽ, അതിന്റെ ഒരു പ്രധാന ഘടകമാണ് ഇതിലെ കോസ്റ്റ്യൂം. അപ്പോ ഭുവനേശ്വരിയുടെ കോസ്റ്റ്യൂം ഒരു വേറെ ലെവലാണ്. അതിലേക്ക് എങ്ങനെയാണ്
അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? കോസ്റ്റ്യൂമിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ തയ്പ്പിച്ചാണ്. എന്റെ ബേക്കിലേക്ക് ഇതാക്കുന്ന ഷമീറിന്റെ ഡ്രസ് കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്ത് എന്റെ മക്കളാണ്. ഓ ഈ 4 പെൺകുട്ടികളാണ്. മാഷാഅല്ലാ. അവരാണ് ഡിസൈൻ ചെയ്തത്. അവരാണ് എന്റെ എല്ലാതും ഞാൻ അവിടെ തന്നെ തയ്പ്പിച്ചു. അതെ അതെ. ആ ഒരു ഡ്രസ്സിന് പുറമെ കുറച്ച് തുണി ഇങ്ങനെ നീങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ അതാണ് അതിലെ ഹൈലൈറ്റ് വരുന്നത്. പിന്നെ ഹിജാബ് പോലെ കുത്തുന്നത് അത് 2-3 ടൈപ്പ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ കൊറേ പിന്നൊക്കെ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിച്ചൊക്കെ വന്ന് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും വർക്കിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമുക്ക് കമന്റ്സ് ഒക്കെ നമ്മുടെ ഓറഞ്ച് മീഡിയയില് പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ധാരാളം നല്ല റിപ്ലൈസ് ആണ് വരുന്നത്. എസ്പെഷ്യലി അതിന്റെ വിഷ്വൽസ്, ഇക്കാടെ സൗണ്ട് ഒക്കെ വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു സംവിധാന സമയത്ത് ഇവരെയൊക്കെ എങ്ങനെ കുത്തി യോജിപ്പിക്കുന്ന ഒരു അങ്ങനത്തെ പ്രോബ്ലം ഒരു ആൽബം അല്ല ചെയ്യണം. ഹാപ്പി ആയിട്ട് ചെയ്യണം. വലിയ തീമൊന്നുമല്ല, വളരെ സിമ്പിൾ തീമാണ് പറയുന്നത്. നായകൻ സ്വപ്നം കാണുന്ന ഒരു തീം പോലെയാണ് അത് വർക്ക് ചെയ്തത്. നല്ല കമ്പനി അവരൊക്കെ ഈ കാണുന്ന നല്ല കമ്പനിയാണ് അവര്. ഇപ്പൊ പറഞ്ഞ പോലെ പറയുന്ന അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കുറെ ഈ ബീച്ചില് വെയിലിന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാത്ത വളരെ ഹാപ്പി ആയിട്ട് നല്ലത്. പിന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നത് വൈകുന്നേരം ഞങ്ങൾ നൈറ്റിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഒരു 4 വരി കൂടി അവിടെ ഷൂട്ട് ചെയ്യണം. പക്ഷെ കടല് കയറി വാവിലുള്ള ടൈമാണ്. കടല് കയറി ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഡേ നൈറ്റ് കൂടി തീരണ്ടായിരുന്നു. അപ്പൊ ഇത് എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു? ഇത് 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം നൈറ്റിലേക്ക് നീങ്ങുന്നുള്ളൂ. ഓക്കെ. ഭുവനേശ്വരി, വീഡിയോ കണ്ടിട്ട് തനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ തന്റെ റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ, എന്തായിരുന്നു? പൊതുവെ എന്താ പറയാ, ഈ ഹിന്ദുക്കൾ മുസ്ലിമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല മുന്തിരുന്ന പറയാ. തീർച്ചയായിട്ടും. അതുപോലെ ഈ ഇക്കാടെ ഒരു എന്താ പറയാ ഒരു ഇമാജിനേഷൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഡ്രസ് പിടിച്ചിങ്ങനെ ആ സൺസെറ്റിന്റെ ടൈമിൽ ഓടണ സീനില് ബീച്ചിന്റെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. മെയിനായിട്ട് അതിന്റെ വിഷ്വൽസ് ഭയങ്കര ഇഷ്ടമായി. അതെ തീർച്ചയായിട്ടും. നല്ല നല്ല വിഷ്വലി നല്ല ട്രീറ്റ് ആണ് എല്ലാവർക്കും. എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണ് എക്സ്റ്റൻഷൻ ഇവിടെ കാരണം ഹിജാബ് കുത്തുമ്പോൾ മുടി കാണില്ലല്ലോ, അങ്ങനെ ഒരു ഇതാണ് വേണ്ട. പക്ഷെ ഭയങ്കര നിർബന്ധം മുടി തീർച്ചയായിട്ടും. ഈ മുടിയും ഭംഗിയുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഞാനും ഭുവനേശ്വരിയെ മുന്നേ കണ്ടത് മുടിയൊക്കെ ആയിട്ടൊരു നാടൻ ലുക്കിലാണ് കേട്ടോ. ഞാനിപ്പോ ഇന്ന് നമ്മുടെ ഫ്ലോറിൽ വന്നപ്പോ കൺഫ്യൂഷൻ ആയി പോയി. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇവരെ സംബന്ധിച്ച് നല്ലൊരു തുടക്കാവട്ടെ. തീർച്ചയായിട്ടും. ഓ, ഗായികയാണ്. ഇന്ന് നമുക്ക് ഭുവനേശ്വരിയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അതെ പ്രേക്ഷകർ പറയുന്നു ഒരു പാട്ട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. மல்லிகை சூடிக்கொண்டே மன்மகன் பாடலும் நெஞ்சுக்குள் பாடிக்கொண்டே சொல்லத்தான் எண்ணியும் இல்லையே பாஷைகள் என்னவோ ஆசைகள் எண்ணத்தின் ஓசைகள் மாலை சூடி மஞ்சம் தேடி மாலை சூடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன கோயில் கொஞ்சி கொஞ்சி கூவதம்மா புரியாத ஆனந்தம் புதிதாக ஆரம்பம்
നന്നായിട്ടുണ്ട്. ഞാന് ഈ അവിടെ അഭിനയിക്കാൻ വന്നപ്പോഴേ ആ. ഞാൻ കൂടുതൽ ഗാനമേളക്ക് പോകുന്ന ആളല്ല. അപ്പൊ ഭുവനേശ്വരി എന്റെ പേരും കുറെ ഗാനമേളയിൽ ഇങ്ങനെ പാടി അധികം ഒന്നും ഗാനമേളക്കൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പോവാറില്ല കാണാൻ. പക്ഷെ അതല്ലേ പാട്ട് ശരിക്കും പാട്ട് ഞാൻ പാട്ട് പഠിച്ചു 15 വർഷമായിട്ട്. അതെ അല്ലേ? ആ പോരാണ്ട് ഡിഗ്രി ഞാൻ മ്യൂസിക് എടുത്തതാണ്. ആ അപ്പൊ നല്ല അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, എനിക്കറിയില്ലായിരുന്നു, പുതിയ അറിവായിരുന്നു. പുതിയൊരു അറിവായിരുന്നു. എനിക്കും അതൊരു പുതിയ അറിവാണ്, നമ്മുടെ എല്ലാവർക്കും. പിന്നെ ഓക്കെ, നമുക്ക് പാടിക്കാലോ. അതെ. നമ്മളിപ്പോ ഭുവനേശ്വരിയുടെ ഒരു പാട്ട് കേട്ടു. അപ്പൊ നമുക്ക് ഇനി ഒരാളുടെ കൂടി പാട്ട് കേൾക്കണം. അതെ, അപ്പൊ ഷമീർ ഖാന്റെ ഒരു അടിപൊളി പാട്ട് ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് പാട്ടാണ്. തീർച്ചയായിട്ടും. എന്നാ അതൊന്ന് പാടിക്കൊടുക്കുക. ഏതാണ് ആ പാട്ട്? സെമ്മിലൂനി. ജമ്മിലൂര്. ആ. അയ്യോ അത് അയ്യോ സോറി, അത് വേറൊരാളുടെ പേരിലാണല്ലോ നമ്മള്. അത് ഞാൻ പാടിയാണ്. അല്ല, അത് ഷമീർ പാടിയാണ്. അത് അല്ല പേര് ആ ആൽബത്തില് അഭിനയിച്ചത് വേറെ ആളാണ്. പക്ഷെ യഥാർത്ഥ പാട്ടുകാരൻ ഷമീർ അയ്യോ എന്താ അറിയോ, എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അതില് സിംഗറായിട്ട് ഈ പേരെല്ലാം കേട്ടിട്ടുള്ളത്. അപ്പൊ ഇക്കാണ് അത് റിയൽ ആയിട്ട് പാടിയിട്ടുള്ളത്. പാടിയിട്ടുള്ളത് അതില് അഭിനയിച്ചിരുന്ന വേറെ ആളാണ്, പാടിയിരിക്കുന്നത് ഷമീറാണ്. അപ്പൊ ശരിക്കും ഞങ്ങള് പ്രേക്ഷകരെ നിങ്ങൾ വഞ്ചിച്ചു എന്ന് ഞാൻ പറയും. ഇല്ല, അങ്ങനെ തന്നെ ഞാൻ പറയും. പക്ഷെ ആരോ ശ്രദ്ധിച്ചില്ല. അത് ഇതുപോലെ തന്നെ സംഭവിച്ചാണ്. അത് അഭിനയിക്കാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നുള്ള അവർക്ക് അറിയാം അഭിനയിക്കാനൊക്കെ ഇങ്ങനെ. ഓക്കെ ഓക്കെ. അല്ല അപ്പൊ എന്നോട് കുറെ പേര് എന്നെ കുറ്റപ്പെടുത്തി. നല്ലൊരു പാട്ട് ഷമീർ അതിൽ വീഡിയോയിൽ നിൽക്കുകയാണെങ്കിൽ വേറെ ലെവലിലൊക്കെ എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ കിടക്കുന്ന ഒരു പാട്ടാണത്. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ ആ ഒരു തെറ്റിദ്ധാരണ അങ്ങോട്ട് മാറട്ടെ. ഇക്ക ഒന്ന് പാടിക്കേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എല്ലാവർക്കും ഇതിൽ ഈ പാട്ടുമായിട്ട് പാട്ട് നിർക്കാൻ നന്ദി അറിയിച്ചുകൊണ്ട് പാടാം. വിറക്കുന്നു മേനി പിടക്കുന്നു ദേഹി ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം വിറക്കുന്നു മേനി പിടക്കുന്നു ദേഹി ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം ജിബിരിൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് ഖലമിൽ തെളിഞ്ഞ് ജിബിരിൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് ഖലമിൽ തെളിഞ്ഞ് പുതപ്പിട്ട് മൂടു ഖദീജ ചേർത്തൊന്നണക്കൂ ഖദീജ. അതൊന്ന് കണ്ണടച്ച് കേൾക്കുമ്പോ ശരിക്കും നമ്മള് ദാസേട്ടൻ നമ്മളടുത്തിരുന്ന് പാടുന്ന ഒരു ഫീലാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സത്യമായിട്ടും കണ്ണടച്ച് കേൾക്കുമ്പോ ദാസേട്ടൻ പാടുന്ന അതേ ഫീലാണ് അല്ലെ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് നല്ലൊരു ഫീൽ. അതിന്റെ ഒരു ചരിത്രം വെച്ചാൽ ആരും അതാണ് നമുക്ക് ഒരു വിജയം എന്ന് വെച്ചാൽ ആരും കൈവെക്കാത്ത മേഖല എടുത്ത് വെച്ചാലല്ല, അതൊരു സാധ്യതയാണ്. ഒരു പാട്ടില് ഒന്നിപ്പോരാണ്ട് അവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. അധികം ആരും അങ്ങനെ പറയാത്തൊരു മേഖലയാണ് ആ ചരിത്രം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണെങ്കിലും അധികം ആളുകളൊന്നും അതിൽ അങ്ങനത്തെ ഒരു പാട്ട് അങ്ങനത്തെ ഒരു ചരിത്രം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ വരി എഴുതിയത് കറക്റ്റ് ആയിട്ട് നല്ല മീറ്ററിൽ നല്ല ആള് അന്വേഷിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ആ പാട്ട്. സുലൈമാൻ മദർ. താങ്ക് യു അക്ക, താങ്ക് യു സോ മച്ച്. ഞാന് ഒന്നുകൂടെ ഇക്കാനെ ബുദ്ധിമുട്ടിക്കാണ്. എന്താന്നറിയില്ല, എനിക്ക് ഒരു പാട്ടും കൂടെ കേൾക്കണം. അതും എന്റെ ആഗ്രഹം പറഞ്ഞോട്ടെ, പറയുവാണേ. അതായത് എനിക്ക് ദാസേട്ടന്റെ പഴയ മാപ്പിള പാട്ട്, ദാസേട്ടൻ പണ്ട് പാടിയ മാപ്പിള പാട്ടുണ്ട്, എനിക്ക് ഇക്കാട ഒരു ഇതില് കേൾക്കണം. മെലഡി ആയിട്ടുള്ളതാണോ അതോ പണ്ട് അങ്ങനത്തെ പാട്ടാണ്? അല്ലല്ല, മെലഡി ആയിട്ടുള്ള ഒരു പാട്ട്. കണ്ണീർ മുങ്ങി മതിയാ? ഓ മതി 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 മതി. മാനസം തേങ്ങും റുക്കോയിലും പിന്നെ സുജൂദിലും മന്നാനെ കണ്ണീരാണെന്റെ നിസ്കാരപ്പായലും എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ
മാപ്പിന്നായിരമോതും ഞാൻ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. അപ്പൊ നമ്മൾ കട നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ടോ. അപ്പൊ ഇനി ഒരാളെ കൂടി നമ്മളിതില് ആദ്യം നമ്മൾ പരിചയപ്പെട്ടിരുന്നു, പക്ഷെ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഇക്ക ഡയറക്ടർ എങ്ങനെയാണ് ഇക്ക ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ എത്തിയതെന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ഞാൻ വെഡിങ് എടുത്തിരുന്നതാണ്. അങ്ങനെ ആ വെഡിങ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങളവിടെ ഒരു സിദ്ദീഖർ എന്ന് പറഞ്ഞൊരു സമയം ഒരു 3-4 പടം ഞാൻ ക്യാമറ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് താഹിറ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇന്ത്യൻ പനോരമയിൽ സെലക്ട് ആയ ഒരു സിനിമയാണ് ക്യാമറ എഡിറ്റിംഗ് ഞാൻ ചെയ്തത്. പിന്നെ ബിജു എന്ന് പറഞ്ഞിട്ട് ഓത്ത് ചെയ്ത ബിജു അത് IFFK സെലക്ട് ആവും സിനിമ. ക്യാമറ എഡിറ്റിംഗ് ഞാൻ ചെയ്തു. അപ്പൊ എത്ര സിനിമകൾ ഇക്ക ചെയ്തിട്ടുണ്ടാവും? 7 സിനിമയോളം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷ്വലൈസിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ ഒരു പാട്ട് ഇക്ക എഴുതിയിട്ട് ഇക്കയുടെ അടുത്ത് എത്തുമ്പോ ആ ഒരു വിഷ്വൽ അപ്പോൾ തന്നെ മൈൻഡിൽ ഉണ്ടായിരുന്നോ? അപ്പൊ ഞങ്ങൾക്കൊരു ഒരാളോട് കഥ പറഞ്ഞ് ഒരു ഡയറക്ടറൊക്കെ ഉണ്ടാവും. അപ്പൊ അയാളനുസരിച്ച് നമ്മൾ വിഷ്വൽ ചെയ്തത്. ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും വിഷ് ചെയ്യാം. തീർച്ചയായിട്ടും പറയാനോ വേറെ ആരില്ല. പുള്ളിക്ക് ഫുൾ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കണം. നല്ലൊരു പ്രൊഡ്യൂസർ എനിക്ക് കിട്ടി. ഞാൻ പറയുന്ന കോസ്റ്റ്യൂം ആയാലും ആർട്ട് എന്റെ മനസ്സിൽ കണ്ടൊരു ആർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും ആളതിന് ചെയ്യുമായിരുന്നു. അല്ലാണ്ട് സാമ്പത്തികം പറഞ്ഞത് പിടിച്ചിട്ടില്ല, അങ്ങനൊന്നുമില്ല. എല്ലാം ചെയ്ത ഒരാള് ഓക്കെ ആയിരുന്നു. ഞങ്ങളെ മനസ്സിൽ ഉണ്ടാക്കിയാൽ പറഞ്ഞു അത് കോസ്റ്റ്യൂമിന്റെ കാര്യമായാലും ആർട്ടിന്റെ കാര്യമായാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. പിന്നെ ഡയറക്ടർ ആയപ്പോൾ നമുക്ക് വേറെ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അത് ക്യാമറമാനെ പോലെയല്ല. ക്യാമറമാൻ ആകുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഡയറക്ടറായപ്പോൾ നമ്മളെ മനസ്സിൽ കാണുന്ന വിഷ്വല് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ നല്ല ഇവര് നന്നായിട്ട് നല്ല പെർഫോമൻസ് ആണ് ഭുവനേശ്വരി അതിൽ കാഴ്ചവെച്ചത്. അതിനകത്ത് വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ പരീക്ഷണാർത്ഥം ചെയ്താണ്. ശ്രദ്ധിച്ചെന്നറിയില്ല, ആ പാട്ട് സ്ലോ മോഷൻ എടുക്കണം. ലിപ്പ് സാധാരണ അറിയാലോ, ലിപ്പ് തെറ്റിപ്പോകും സ്ലോ മോഷൻ എടുക്കുമ്പോൾ. ഇത് കംപ്ലീറ്റ് സ്ലോ മോഷൻ. അതായത് ഷൂട്ടിങ്ങിന് അങ്ങ് 100 വിട്ട് 200 സ്പീഡിൽ പാട്ട് പ്ലേ ചെയ്ത് അത് പാടിച്ചിട്ട് ഞങ്ങൾ സ്ലോ മോഷൻ. നമുക്ക് അവിടെ സെറ്റിൽ ആർക്കും മനസ്സിലായിട്ടില്ല അത് ഏത് പാട്ടാണ്. ആർക്കും മനസ്സിലായി. അവിടെ വന്ന് അഭിനയിക്കാൻ വന്നിരിക്കുന്നു മനസ്സിലായിട്ടില്ല. കുറെ പേരിക്കുന്നു അതിന്റെ ഓർക്കസ്ട്ര കളിക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല ഇത് ഏത് പാട്ടാണെന്നാണ്. പാട്ട് മനസ്സിലായിട്ടില്ല. പാട്ട് മനസ്സിലായില്ല. അത് കാരണം അത്ര സ്പീഡിൽ പാടും അതിന് ലിപ്പ് കൊടുക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. ഷെമീർ അതിനെ കൊണ്ടുപോയി ഞാൻ ബീച്ചിൽ കൊണ്ടുപോയി ടെസ്റ്റ് അടിച്ച് ഇത്ര സ്പീഡിൽ ഷെമീർ പാടണം എന്നാലും ഇത് ചെയ്യാൻ പറ്റില്ല. ടെസ്റ്റ് അടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അത് ഷെമീർ സമയം ആ ലിപ്പ് കിട്ടില്ല. കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് ലിപ്പ് ഇരിക്കും. പാട്ട് വളരെ സ്ലോ മോഷൻ ആണ്. ഇതില് എനിക്കും ഈ സുൽഫിനോട് പറയാനുള്ളത്, കാരണം ഞാൻ കുറെ ആളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എനിക്ക് ചെയ്തരോന്ന് ചോദിച്ചിട്ട് എനിക്ക് ധൈര്യമില്ല. ഞാൻ കുറെ മുമ്പ് പാടുന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് സ്ലോ മോഷനിൽ പാടുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മള് ഈ ദളപതി സിനിമയിലേക്ക് കണ്ടല്ലോ, അതുപോലെ സ്ലോ മോഷനിൽ പാടിയ ഡ്രസ് ആയിക്കോളൂടാന്ന് പറയുമ്പോ അവർക്ക് ധൈര്യമില്ല. ആരും പറയാ റിസ്ക് ആണത്, പറ്റില്ല ഷമീർ എന്ന് പറയും. അപ്പൊ സുൽഫി അത് ഓക്കെ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു. പിന്നെ സുൽഫി പറഞ്ഞില്ലേ നമ്മള് ജലീൽക്കാടായാലും, ജലീൽക്കാടൊപ്പം നമ്മൾ ഏറ്റവും ഓർക്കേണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ ഐഷാബിദില്ലേ, വീട്ടിൽ ചെന്നാല് നമ്മൾക്കൊക്കെ ശരിക്കും വഴക്ക് കേൾക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് നല്ല സപ്പോർട്ടാണ്. എന്റെ ഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന മക്കളൊക്കെ ഒരുപാട് ജ്യൂസ് കുമ്പിട്ടിങ് വാങ്ങി ഇതൊക്കെ ചെത്തിക്കൊണ്ടില്ല. ഞാൻ ഇതുവരെ കണ്ടല്ല. അയ്യോ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ വരാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ജലീൽക്ക് എഴുതിയ വരി എടുത്തിട്ട് ഓടിച്ചെന്നിട്ട് ഞങ്ങൾ അവിടെ വന്ന സമയത്ത് റഫീഖാനായിട്ട് വന്ന സമയത്ത് ഓടിച്ചെന്ന് വരികൾ എന്നെ കൊണ്ട് കാണിച്ചെന്നത് ഐഷാബിത്താണ്. ഓ അത് ശരി. അപ്പൊ ഈ ഒരു പ്രൊജക്ടിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഐഷാബിത്ത തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ ഈ പ്രൊജക്ട് ഭാഗം അതുപോലെ തന്നെ വിഷ്വലൈസ് ഒക്കെ പറഞ്ഞെങ്കിലും ഇക്കാടെ ഒരു പാട്ട്, ഈ വർക്കിന്റെ പാട്ട് നമ്മൾ ഇതുവരെ ഇതിൽ വന്നിട്ടില്ല. അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാം. യെസ് അതെ. ഞാൻ മറക്കാണ്ട് പറഞ്ഞല്ലേ. മായാത്ത സ്വപ്നങ്ങൾ മനസ്സിൽ വന്നണയുമ്പോൾ മലരാൽ വിരിയുന്നതെന്തേ പെണ്ണെ, മലരാൽ വിരിയുന്ന
വിരിയുന്നതെന്തേ മായാത്ത സ്വപ്നങ്ങൾ മനസ്സിൽ വന്നണയുമ്പോൾ മലരായി വിരിയുന്നതെന്തേ പെണ്ണെ മലരായി വിരിയുന്നതെന്തേ മഞ്ഞ് പൊഴിയുന്ന മനസ്സിൻ്റെ ആത്മാവിൽ മയക്കുന്ന ഗാനങ്ങളെന്തേ പെണ്ണെ മയക്കുന്ന ഗാനങ്ങളെന്തേ മറക്കാത്ത ഓർമ്മകൾ മറയാതെ മരതക മണിവീണ മീട്ടിയതെന്തേ മണിവീണ മീട്ടിയതെന്തേ മഴവില്ലു കാണുമ്പോൾ മഴക്കാറ് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത മാറ്റം അപ്പൊ ഇനി ഓരോരുത്തര് സബ്സ്ക്രൈബ് ചെയ്യേണ്ട അതെ കാര്യങ്ങൾ കഷ്ടപ്പെട്ടത്. അതല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഭുവനേശ്വരിയുടെ ആ ഒരു പാട്ടിന്റെ റെസ്പോണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ ബാക്കിയുള്ളവരൊന്നും എനിക്ക് റെസ്പോണ്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇക്ക ഭാര്യ എന്ത് പറഞ്ഞു? വിഷ്വല് കണ്ടപ്പോ എന്ത് പറഞ്ഞു? അത് പറയണം. പറയണോ? അതല്ലേ ഞങ്ങൾക്ക് അറിയണോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആദ്യം അഭിനയിക്കുന്ന സമയത്ത് വൈഫിനോട് പറഞ്ഞപ്പോ വൈഫ് പറഞ്ഞ് അഭിനയിച്ചോ, അതിനിപ്പോ എന്താ, നല്ലതല്ലേ, അഭിനയിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ രാത്രി അന്ന് തലേദിവസം ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഉറങ്ങില്ല. ഒന്നാമത്തെ ഇത് എങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ജോഡിയൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഉറക്കം കിട്ടണില്ല വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ജലീൽ ഖാനെ വിളിക്കാൻ പോകണം ഫോൺ കൊടുത്തിട്ട്, ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് വേറെ ആർട്ടിസ്റ്റ് നോക്കാം. പറഞ്ഞ് ഇതേ സലീം കൊളത്തൂര് കണ്ണൂർ, മറ്റേ നമ്മുടെ കണ്ണൂർ ഷെരീഫ് വരാൻ വേണ്ടി അഭിനയിക്കും. അതുപോലെ നമ്മുടെ സലീം കൊളത്തൂർ കൂടെ കൊല്ലം ഷാഫി, താജുദ്ദീൻ, ഇവരൊക്കെ ഇങ്ങനെ അഭിനയിച്ച ഒന്നവരാണ്. അത് അഭിനയമായിട്ട് എടുക്കുക, അത്രോളം. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, വെറുതെ ഭക്തിയാനം വഴി അവിടെ ഇരിക്കേണ്ടി വരും. ഒന്ന് അഭിനയിച്ച് നോക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം പറഞ്ഞത്. പറയുന്നവര് പറയട്ടെ, വീട്ടിലേക്ക് അരി വാങ്ങിക്കാനായിട്ട് വേറെ ആരും കൊണ്ടു തരില്ല, അഭിനയിക്കാൻ പോയി അഭിനയിക്കാൻ പറഞ്ഞ അങ്ങനെ ആദ്യം പറഞ്ഞത് വൈഫാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേ വീഡിയോ കണ്ടപ്പോ വീഡിയോ കാണിച്ചപ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയി പോയെന്നൊക്കെ തോന്നിപ്പോയി. കുറച്ച് റൊമാൻറ്റിക് കൂടി പോയെന്ന് തോന്നിപ്പോയി. വൈഫിനെ എങ്ങനെ കാണിക്കുന്നതായി പോയി. അപ്പൊ വൈഫിനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഞാൻ ആദ്യം കാണിച്ചാണ് ഞാൻ വൈഫിനെയാണ്. അപ്പൊ വൈഫ് പറഞ്ഞ് ഇതിനെന്ത് കുഴപ്പമില്ല. ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്ന കണ്ടപ്പോ മുറക്കൊന്ന് മാറി. അന്ന് എനിക്കറിയാനുള്ളത് അന്ന് ചോറ് കിട്ടിയായിരുന്നു രാത്രി. അന്ന് കുറച്ച് കുറവാണ്. അതെ, അതല്ല രസം. എന്നോട് വിളിച്ച് വൈഫായിട്ട് സംസാരിക്കണം പറഞ്ഞു, മുൻകൂർ ജാമ്യത്തിൽ. ഞാൻ പറഞ്ഞു ഇതൊരു അഭിനയം മാത്രമേ ഉള്ളൂ, 10-50 പേര് നോക്കിയിരിക്കലുള്ളൊരു ഇതാണ്. എന്റെ മോള് ഉദ്ദേശിതമായി യാതൊരു പ്രശ്നമില്ല, നല്ല പയ്യനാണ്. രസകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഇക്ക പറയൂ, വേറെ ഒരു ഒന്ന് സംവിധാനം അതുപോലെ തന്നെ DOP എല്ലാം കൂടി ഇക്കടെ കയ്യില് വന്നിരിക്കുകയാണ്. ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ട്. ഫാമിലിനെ കണ്ടുപോയൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പുള്ളിയും പുള്ളിയുടെ മക്കള് ആയിരുന്നു ഇതിന്റെ പിന്നിൽ. അതെ അതെ. വൈഫ് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. ഓറഞ്ച് മീഡിയയിലും നല്ല റെസ്പോണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് PM-ലാണെങ്കിലും ശരി, കമന്റ് ബോക്സിലാണെങ്കിലും ശരി, നല്ല റെസ്പോണ്ട് ആയിരുന്നു. എസ്പെഷ്യലി ഈ കട സൗണ്ട്, അത് നമുക്ക് പറയാൻ ഇല്ല. ഞാന് ഒരിക്കലും വിട്ടു പാടില്ലാത്ത കുറച്ച് പേരുണ്ട് അവിടെ വർക്ക് ചെയ്തവര്. നല്ല ചൂടായിരുന്നല്ല, ഒരുപാട് പേര് ഭയങ്കര കഷ്ടപ്പെട്ടു. ചുമ്മാ ഒന്ന് നിന്നാല് വെള്ളത്തിൽ കുളിച്ചിട്ടാണ് അവിടെ നിന്ന് എല്ലാരും പോകുന്നത്. ഭയങ്കര ചൂടാന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാര കാര്യമായിരുന്നു. അപ്പൊ എല്ലാവരോടും നന്ദി. മുകേഷ്, ഒരുപാട് പേരുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് ആയിരുന്നു, ബോസ്, മേക്കപ്പ്, ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നന്ദി പറയുന്നു. അല്ല ഇക്ക, ഇപ്പൊ ആൾക്ക് ഭയങ്കര ഉറക്കമില്ലായ്മയായിരുന്നു തലേ ദിവസം എന്നൊക്കെ പറഞ്ഞു ഇക്കാനെ കുറിച്ച്. രാവിലെ വരാൻ വൈകിയോ ഷൂട്ടിന്? അതോ നിങ്ങൾ പോയി പൊക്കിക്കൊണ്ടിരാണോ ചെയ്തത്? അപ്പൊ നമ്മള് ഇക്കാടെ ഒരുപാട് പാട്ട് ഇപ്പൊ ഇവിടെ കേട്ടു. പക്ഷെ ഒരു ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനം നമ്മള് കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് വേണ്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എന്തായാലും നമുക്കത് കേട്ടേ പറ്റും.
പുള്ളി പാടുന്നതാണ്. എനിക്ക് ഹിന്ദി വെക്കാൻ നമ്മളെ തൊട്ടടുത്ത അമ്പലം ഉണ്ട്. അത് ആ പാട്ട് അവിടെ നിന്നൊക്കെയാണ് ഞങ്ങള് പാട്ടൊക്കെ മദ്രസയിലത്തെ മാത്രമല്ല കേട്ടോ, അമ്പലങ്ങളിലെ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അതൊക്കെ ഭയങ്കര നല്ല രസമാണ് ഞങ്ങളുടെ നാട്ടിൽ. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെയുത്തരം സ്പഷ്ടം. ഇത് കേൾക്കുമ്പോ എന്തായാലും ഒരു ക്രിസ്ത്യൻ ഡിവോഷണലിന്റെ നാലുപേര് പാടും. തീർച്ചയായിട്ടും. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതി തുടരും ലോകരന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. അടിപൊളി അടിപൊളി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കാനായില്. ഇത് ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയൊരു പാട്ടാണ്. പക്ഷെ എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് അത് മനസ്സറിഞ്ഞ പോലെ പാടി തന്നു. നമ്മളെ ഇവിടെ നമ്മുടെ സുഹൃത്ത് ഷാജിക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഷാജി പൈന ഇല്ലില്ല, ഗാനമേള സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ റഷീദ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്പീഡിൽ ഇവിടെ വന്നപ്പോഴേ, നമ്മുടെ ഈ ഓറഞ്ചിൽ വന്നപ്പോഴേ അദ്ദേഹത്തിന് ഈ ഞാൻ പെട്ടെന്ന് സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഇവിടേക്ക് ഞാൻ വരാണ്, നമ്മുടെ ഈ ആൽബം എങ്ങനെയുള്ള ആൾക്കാരെ കാണിക്കണം, പാവം ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തല്ലേ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ നമുക്ക് ഏറ്റവും തേടിയ വള്ളി കാലിച്ചുറ്റുള്ള രീതിയിൽ നമ്മുടെ സുഹൃത്ത് വിളിക്കുന്നു. അടിപൊളി. ഷാജി ഇക്ക, എങ്ങനെയാണ് ഈ ഒരു സോങ്ങുമായിട്ട് ഓറഞ്ച് മീഡിയയിലേക്ക് എത്തിയത് നിങ്ങള്? അതായത് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചാനൽ. താങ്ക് യു സോ മച്ച്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മിസ്റ്റർ സുൽഫി. ഓക്കെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ആരാണ്, കൂടുതൽ ജനങ്ങൾ കാണുന്നത്. ഓക്കെ അപ്പോഴാണ് എനിക്ക് ഓറഞ്ച് മീഡിയ യൂട്യൂബിൽ നോക്കിയപ്പോൾ മുമ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഷോർട്ട് ഫിലിം കൊടുത്തിട്ടുണ്ട്. ഓഹോ. അപ്പൊ ആ ഒരു പരിചയത്തിലാണ്. അപ്പൊ ആളെ കാണിച്ചു കൊടുത്ത് ഞാൻ കാണിച്ചപ്പോ ആളെ 1 million സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പുറത്തുണ്ട്. 1 million പുറത്തുണ്ട്. അത്രയും ഉണ്ടാവുക പറയുന്നത് കാര്യമില്ല. അപ്പൊ കൂടുതൽ കാണാൻ ആൾക്കാരിൽ നമ്മ എത്തിക്കാന്നുള്ളതാണ്. പിന്നെ പുതിയ പുതിയ താരങ്ങളെ നമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇവർക്കൊക്കെ നല്ല നല്ല ചാൻസുകൾ കിട്ടുക. പിന്നെ അത് മാത്രമല്ല, ഓറഞ്ച് മീഡിയയിലെ 2 വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഷാജിഖാനൊക്കെ നേരത്തെ അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഓറഞ്ച് മീഡിയയിലേക്ക് എത്തിയത് അല്ലേ? ഓക്കെ, നിങ്ങൾ ഹാപ്പി അല്ലേ ഇപ്പൊ? പ്രേക്ഷകരുടെ ആ ഒരു റെസ്പോണ്ട് എല്ലാവരും സപ്പോർട്ടിങ് മാത്രം മതി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഓറഞ്ച് മീഡിയയില് ഒരുപാട് പ്രേക്ഷകര് നമ്മളോട് എന്താ പറയാ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് എത്തിച്ചതും നിങ്ങളെ അറിയിച്ചതും ഒക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ കൂടുതൽ എല്ലാവരും കൂടിയിട്ട് എന്താ പറയാ അത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും. കരോക്കെ ഉണ്ട്, ഇതിന്റെ കരോക്കെ ഉണ്ട്. പാട്ട് പാടാം, നല്ല പാട്ടല്ലേ ഇത്? തീർച്ചയായിട്ടും നന്നായിട്ട് പാടട്ടെ, നല്ല സ്റ്റേജിലൊക്കെ വന്ന് ആളുകൾ പാടട്ടെ. തീർച്ചയായിട്ടും. കരോക്കെ ഇതിന്റെ താഴെ ഇതിന്റെ ഈ നമ്മൾ ഈ ചാനലിൽ തന്നെ കരോക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇതില് 2 ദിവസത്തിന് ശേഷം അപ്ലോഡ് ചെയ്യുമെന്നല്ലേ? അടിപൊളി കരോക്കെ, നല്ല അടിപൊളി വൃത്തിയായിട്ട് പാടാൻ പറ്റി, കറക്റ്റ് സമയത്ത് പാടാൻ പറ്റിയ കരോക്കെയാണ് നമ്മള് സെറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ പ്രേക്ഷകര് മറക്കണ്ട, നിങ്ങളുടെ ഇഷ്ടപ്പാട്ട് കരോക്കെ രൂപത്തിൽ വരുന്നുണ്ട്.
ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാടാൻ എല്ലാവരും വേണ്ടിയിട്ട് പാടും, എല്ലാവർക്കും. തീർച്ചയായിട്ടും എല്ലാവരും അത് പാടി നമ്മളെ ഈ പാട്ട് വിജയിപ്പിച്ചു തരണം. അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയാം അല്ലെ, എഴുന്നേറ്റ് നിന്നിട്ട്. അതെ തീർച്ചയായിട്ടും. അപ്പൊ പ്രേക്ഷകരോട് എല്ലാവരോടും നമുക്ക് പറയാം അല്ലെ, ഈ ഒരു തീർച്ചയായിട്ടും നമ്മുടെ ഓറഞ്ച് മീഡിയയിലൂടെ അല്ല എല്ലാവരും പറയൂ നമ്മുടെ ഓറഞ്ച് മീഡിയയിലൂടെ ഈ ഒരു പാട്ട് റിലീസ് ആയിട്ടുണ്ട്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും പാടണം, പാടണം. എല്ലാവരും കാണണം. അതെ അതെ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ ഇതുവരെ സ്നേഹിച്ച് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹകരണം ഇനിയുണ്ടാവട്ടെ. ജാതി മത ഭേദമന്യേ എല്ലാവരും നിങ്ങളെ ഈ ആൽബം കാണുക. നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും നല്ലതും ചീത്തയും തെറിയും പ്രശംസകളും എല്ലാം ഇതിലേക്ക് ഉൾക്കൊള്ളിക്കും. എല്ലാം നിങ്ങൾ അടിച്ചു വിട്ടു. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഞങ്ങളുടെ എന്ന് പറയുന്നില്ല, ദേ ഇവരുടെ ഒരു പാട്ട് സ്വീകരിച്ചതിനും നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിനും ഇതിന്റെ അണിയറ പ്രവർത്തകർ ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിച്ചതിനും ഒരുപാട് നന്ദി ടീം ഓറഞ്ചിന്റെ ഭാഗത്ത് നിന്ന്. ഞങ്ങൾ വിളിച്ചപ്പോ ഞങ്ങളുടെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഞങ്ങൾ വിളിച്ചപ്പോ പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സഹകരിച്ചതിന് നിങ്ങളുടെ ടീമിനോട് ഞങ്ങളുടെ ടീം ഓറഞ്ചിന്റെ നന്ദി. താങ്ക് യു സോ മച്ച്. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇവർ ആഗ്രഹിക്കുന്നു. ഞങ്ങളും എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. ഞങ്ങൾ വിളിച്ചപ്പോ വന്നതിന് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് നിങ്ങളെ ക്ഷണിച്ച ഉടനെ എല്ലാവരും എത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ടീം ഓറഞ്ചിനൊക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.